ഹലോ വെൽക്കം ടു സ്റ്റെപ്പ് വിത്ത് രേഷ്. ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു വലിയ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല, നാട്ടിൽ നിന്ന് വന്ന് അതിൻ്റെ കുറച്ച് എന്താ പറയുക ഹാങ് ഓവറും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് വിഷമത്തിലായിരുന്നു വിട്ടുപോകുന്നത്, നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന കുറച്ച് അധികം ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ്. ഞാൻ ഇതെല്ലാം കൂടുതലും ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വാച്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇതെന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പറയാം. ഫസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക്സ് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഡാസ്ലറിൻ്റെ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിൻ്റെ ഷെയ്ഡ് കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാൻ അടുത്ത വീഡിയോസിൽ ഷോർട്സിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ലിപ്സ്റ്റിക് അല്ല, ആക്ച്വലി ഒരു എന്താ പറയുക ലിപ് ടിൻ്റാണ്. മാഴ്സിൻ്റെ ഈ ലിപ് ടിൻ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ നല്ലതാട്ടോ. ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അധികം നേരെ ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് ലാസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ വളരെ നല്ല സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് ഇത്. 3 words എന്ന് പറഞ്ഞിട്ടുള്ള വെൽവെറ്റ് ലിപ് ടിൻ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുമാതിരി തന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മറ്റൊരു ലിപ് ടിൻ്റാണ്, ഫ്ലോറ ടിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനഫിറ്റിൻ്റെ ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതല്ല, ഇത് നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മറ്റേത് രണ്ട് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നൈക്കയുടെ സ്റ്റോറിൽ എടപ്പള്ളിയിൽ ലുലു മോളിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നൈസാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാം സ്വാച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തന്നായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഞാൻ സ്വാച്ച് ചെയ്യുന്നത് മറ്റേതുമായിട്ട് കാണിച്ചു തന്നെങ്കിൽ ഒത്തിരി വലിയ വീഡിയോ, കാരണം ഒത്തിരി സാധനങ്ങളുണ്ട്, വലിയ വീഡിയോ ആയി പോകും. അതുകൊണ്ടാണ്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചത്. നല്ല ലിപ്സ്റ്റിക്കാട്ടോ ഇത്. എനിക്ക് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഈ ടെക്സ്ചറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട് നോക്കിയപ്പോഴും നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒരു പ്രത്യേക ഇതിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളും. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാം പേടിക്കേണ്ട, ഞാനെല്ലാം ഷോർട്സിലിടും. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ റാപ്പപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് അടിപൊളിയാണ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ച് നോക്കി ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര മാച്ചിങ് അല്ലാത്ത ഒരു ഷെയ്ഡ് വന്നത് ഇതാണ്. DB എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു വാങ്ങിച്ചതാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലിപ്സ്റ്റിക് അല്ല, ഇതിങ്ങനെ ലിപ്സ്റ്റിക്കാണ് പക്ഷേ സ്റ്റിക്കല്ല, ഇങ്ങനത്തെ ഒരു എന്താ പറയണത് ഇങ്ങനെ കണ്ടെയ്നറിലാണ് വരുന്നത്. ഇത് പക്ഷെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. എൻ്റെ ബെയർ ഫേസിൽ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും മാച്ചല്ല മീൻസ് അത് വാഷ് ഔട്ട് ആയിട്ട് പോണ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. എനിവേ ഇത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ലിപ് പമ്പ് ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പക്ഷെ നല്ല സാധനം കേട്ടോ. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കൈ വെച്ചിട്ടൊന്നും കാണിക്കണല്ലോ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അടിപൊളിയാണ്. ഇങ്ങനത്തെ ഒരു സിലിക്കൺ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ച ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക്മേയുടെ. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതെല്ലാം സ്വാച്ച് ചെയ്തിട്ടുള്ള വീഡിയോ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞു പോണത്. ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ലാക്മേയുടെ എക്സ്ട്രാ ഓർഡിനറി എയർ ലിപ് മൂസ്. കുറേ പേരുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു സ്കിൻ ടോണിൽ ഏകദേശം മാച്ച് ചെയ്ത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ലിപ് വിപ്പ്. ഇതെനിക്കൊന്നും ഇതൊരു ഡാർക്ക് ഷെയ്ഡായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതുമാതിരി തന്നെ ഈ ഒരു പാക്കേജാണ് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല, മാറ്റാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. സാധാരണ സ്റ്റിക്കായിട്ട് വരുന്ന പോലെയല്ല. ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിവേ ഞാൻ എല്ലാം കൂടി ഒറ്റ ഷോർട്സിൽ ഇട്ടില്ലെങ്കിൽ പോലും ഞാൻ 2-3 ഷോർട്ടാക്കി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാലല്ലേ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഷെയ്ഡ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഴ്സിൻ്റെ തന്നെ ക്രയോണാണ് കേട്ടോ. ഈ ഒരു ക്രയോണും പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഞാനിപ്പോൾ ഡെയിലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എനിക്കത്ര പ്രശ്നമില്ലാണ്ട് തോന്നിയിട്ടുള്ളൊരു ക്രയോണാണ് ഈ ക്രയോണും മറ്റു ക്രയോണും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഷെയ്ഡും സ്വാച്ചസും അധികം വൈകാണ്ട് തന്നെ എൻ്റെ ചാനലിലും ഇൻസ്റ്റാഗ്രാം പേജിലും വരും. സോ ആരും അത് മിസ് ചെയ്യാണ്ട് കാണാം കേട്ടോ. പിന്നെ വരുന്നത് ഓഫ് കോഴ്സ് മാഴ്സിൻ്റെ യൂഷ്വൽ കുറച്ച് ലിപ്സ്റ്റിക്സ് 3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെയും ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. എനിക്ക് ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അഡിക്ഷനാണ്. അപ്പോൾ ഞാൻ എന്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പുറത്ത് പോകത്തുള്ളൂ. അപ്പോൾ ഇത് 3 ഒരേ ഇതിൽ വരുന്ന പാറ്റേണിൽ വരുന്ന 3 ലിപ്സ്റ്റിക്കാണ് മാഴ്സിൻ്റെ തന്നെ. ഒന്ന് വരുന്നത് ഇത് 3 ഷെയ്ഡാണ് കേട്ടോ. ഏകദേശം ഇന്ത്യൻ സ്കിൻ ടോൺസിനൊക്കെയും തന്നെയും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് സ്കിൻ ടോൺസിനൊക്കെയും പറ്റുന്ന രീതിയിലുള്ളൊരു ലിപ്സ്റ്റിക്സ് ആണ്. അതിൽ 3 ഷെയ്ഡ് വരുന്നത്. ഒന്ന് 12, 14 and 2. അതിൽ ഖൂബ്സൂരത് കുച്ചിപ്പിടി ഇതെല്ലാവർക്കും ഫേമസ് ആയിരിക്കും. ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും. നാട്ടിലാണെങ്കിൽ
ഇതൊക്കെ ഞാൻ UK എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇത്ര നല്ല ഷെയ്ഡ്സ് ഒന്നും ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് ഇവിടുന്ന് ഷോപ്പുകളിൽ കിട്ടാറില്ല. ചിലപ്പോൾ ഞാൻ തപ്പാനുള്ള മടി കൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഖൂബ്സൂരത് കുച്ചിപ്പുടി ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ കയ്യിൽ നിന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൻഫുൾ സാൽസ, ഇതും ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നു. ഇതൊരു പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, പർപ്പിൾ വയലറ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതും. പിന്നെ വരുന്നത് വെച്ചാൽ സെസ്റ്റി സുംബ, ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഇതും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക്കിൻ്റെ സെഷൻസ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു എന്താ പറയുന്ന മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഞാൻ ഇഷാനി യൂസ് ചെയ്തിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതും എൻ്റെ ഒരു പരീക്ഷണ മോയ്സ്ചറൈസറാണ്. പിന്നെ ഡോട്ട് ആൻഡ് കീൻ്റെ എനിക്ക് ഇതിപ്പോൾ സോണി യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിവ്യൂ കിട്ടിയിരിക്കുന്നതാണ്. രണ്ട് സൺസ്ക്രീൻസ് ആണ്. അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ജെൽ ടൈപ്പ്, എൻ്റെ ഒരു ഓയിലി സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ ജെൽ ടൈപ്പാണ് ഞാൻ മിക്കപ്പോഴും സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. എനിക്കധികം വൈറ്റ് കാസ്റ്റിംഗ് കൊണ്ടൊന്നും അത്ര ഭംഗി ഉണ്ടാവില്ല. സോ ഇത് 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ കീപ് ഫോളോയിങ്. ഞാൻ ഇനി എന്തായാലും കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലുണ്ടാവില്ല, നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ആഫ്റ്റർ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഫോളോയിങ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ, ബൈ.